ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറേ കാലമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന വിചാരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴാണ് അതിനൊരു ഗ്യാപ്പ് കിട്ടിയത്. ഇന്ന് എൻ്റെ എക്സ്റ്റൻഷനിലെ 9ാം ദിവസമാണ്. ടോട്ടൽ 12 ദിവസമാണുള്ളത്. ഇനിയൊരു 3 ദിവസം കൂടെയാണ് ബാക്കിയുള്ളത്. കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഇതാണ് വെയർ ചെയ്യുന്നത്. ഫുൾ സ്ലീവ് ആപ്രോൺ, ഇൻഡോഴ്സിനൊക്കെ ഫുൾ സ്ലീവ് ആപ്രോൺ ആണല്ലോ. നെയിം പ്ലേറ്റ് ഉണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ പോകുന്ന നമ്മുടെ വേഷം. ഇതിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് കാൽസിയോയുടെ മോസ്റ്റ് ലെജൻഡറി വാച്ചായ F91W ആണ്. ഇവിടെയാണ് നമ്മൾ പോസ്റ്റഡ് ഗൈസ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചെയറുകളൊക്കെ ഭയങ്കര കളർഫുള്ളായിരിക്കും. കുട്ടികളുടെ ആയതുകൊണ്ട് ഫുള്ള് പറഞ്ഞ ശബളമായിരിക്കും. അല്ല, ഭയങ്കര കളർഫുൾ, നല്ല രസമായിരിക്കും കാണാൻ. പറഞ്ഞില്ലേ, കളർഫുള്ളായിട്ടുള്ള സെറ്റപ്പ് ആയിരിക്കും ഉണ്ടാവുക. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പരിഷ്കാരമാണത്. ഡ്രിങ്കിങ് വാട്ടർ ഇവിടെ നിന്നാണ് കുടിക്കേണ്ടത്. പിന്നെ വെള്ളം കിട്ടാണ്ട് ചാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് വെള്ളം നിറച്ചേക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ പീഡോ ഡിപ്പാർട്ട്മെൻറ്റ് പ്ലേ ഏരിയ എന്നുള്ളത്. ഫുൾ കളർഫുള്ളാണ്. കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചു. മെഡിക്കൽ കോളേജ് ക്യാൻറ്റീനിൽ പോയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകണം 2 മണിക്ക്. ഇന്ന് ഞാൻ കുറച്ച് പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു. കുറച്ച് കുഞ്ഞുകുട്ടികളുടെ പല്ലൊക്കെ അടച്ചു കൊടുത്തു, കുറച്ച് കുഞ്ഞുകുട്ടികളുടെ പല്ലൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ട്രീറ്റ്മെൻറ്റൊന്നും നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇതാണ് കേട്ടോ നമ്മുടെ പീഡിയോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്റേ റൂം. ഇവിടെ വെച്ച് നമ്മൾ കുട്ടികളുടെ എക്സ്റേ ഒക്കെ എടുക്കാറ്. ഗൈസ്, അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി തിരിച്ച് റൂമിൽ പോകണം. നമ്മളത് ലിഫ്റ്റ് ഞെക്കി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഗൈസ്, നമ്മളിത് ആ ഹോസ്റ്റലിന് മുന്നിലെത്തി. ഇനി വണ്ടി ഓടിച്ചിട്ട് അകത്തോട്ട് പോകണം. ഞാൻ എൻ്റെ എക്സ്റ്റൻഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആ കോളേജിന് മുന്നിൽ കൂടെ ഇങ്ങനെ വെറുതെ പുലാത്തായിരുന്നു. ഇനിയിപ്പോൾ അറിയില്ല ഇനിയിപ്പോൾ ഇങ്ങനെ എത്ര കാലം, അല്ല കുറേ കാലം ഇങ്ങനെയൊക്കെ നടന്നാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പോവുക. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും അതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഡെൻ്റൽ കണ്ടോ ഈ വഴിക്കൂടെ ഇങ്ങനെ നടക്കാതെ ഞങ്ങളുടെ കോളേജ് അതിൻ്റേതായ കുറേ സങ്കടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇനി 3 ദിവസം കൂടിയുള്ള എക്സ്റ്റൻഷൻ, അതും കൂടെ കഴിഞ്ഞു. ഇനി ബാക്കിയും കുറച്ച് പേപ്പർ വർക്ക്സും പരിപാടിയൊക്കെ ചെയ്യാണ്ട്. ഇത് കഴിഞ്ഞാൽ പോകണം. ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ സ്ഥലത്തോട് ബൈ പറഞ്ഞ് പോകണം. ഇതാണ് ആ സ്ഥലം, ACS ഡെൻ്റൽ കോളേജ്.